So today we study about filter circuits. Oh, first question എന്ന് പറഞ്ഞാൽ why do we need filters? എന്തിനാണ് ഫിൽറ്റേഴ്സ് നമുക്ക് ആവശ്യമായിട്ടുള്ളതെന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. സോ the ripple in the signal denotes the presence of some AC component. അപ്പോൾ നമുക്ക് കുറച്ച് മുമ്പ് പ്രീവിയസ് ക്ലാസ് വി സ്റ്റഡീഡ് അബൌട്ട് റെക്ടിഫയേഴ്സ്. അപ്പോൾ റെക്ടിഫയേഴ്സിൻ്റെ ഔട്ട്പുട്ടിൽ എന്തുണ്ടാവും? ഒരു പൾസേറ്റിംഗ് ഡി സി ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ പൾസേറ്റിംഗ് ഡി സിയിൽ ഒരു റിപ്പിൾ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ആ റിപ്പിൾ കണ്ടന്റിനെ നമുക്ക് എന്ത് കമ്പണന്റ് എന്ന് പറയാം? എ സി കമ്പണന്റ് എന്ന് പറയാം. അപ്പോൾ എ സി കമ്പണന്റിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടൂ? ഡി സി ഔട്ട്പുട്ട് കിട്ടൂ. അപ്പോൾ സോ വി നീഡ് എ സർക്യൂട്ട് ദാറ്റ് സ്മൂത്തൻസ് ദ റെക്ടിഫൈഡ് ഔട്ട്പുട്ട് ഇൻ ടു എ പ്യുവർ ഡി സി സിഗ്നൽ. അപ്പോൾ നമുക്ക് ഈ കിട്ടുന്ന പൾസേറ്റിംഗ് ഡി സിയെ സ്മൂത്തൻ ചെയ്തിട്ട് ഒരു റെക്ടിഫൈഡ് ഔട്ട്പുട്ട്, അതായത് പ്യുവർ ഡി സി ആയിട്ടുള്ളൊരു സിഗ്നൽ നമുക്ക് കിട്ടണം. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫിൽറ്റർ സർക്യൂട്ട് ഈസ് വൺ വിച്ച് റിമൂവ്സ് ദ എ സി കമ്പണന്റ് പ്രസന്റ് ഇൻ ദ റെക്ടിഫൈഡ് ഔട്ട്പുട്ട് ആൻഡ് അലൗസ് ദ ഡി സി കമ്പണന്റ് ടു റീച്ച് ദ ലോഡ്. സോ ദാറ്റ് ഈസ് വാട്ട് എ ഫിൽറ്റർ സർക്യൂട്ട് ഡു. That is, it removes the AC component present in the rectified output and it allows DC component to reach the load. അപ്പോൾ അത് എ സി കമ്പണൻറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് ഫിൽറ്റർ ചെയ്ത് മാറ്റിയതിന് ശേഷം ഡി സി കമ്പണൻറ്റിനെ ലോഡിൽ എത്തിക്കും. അപ്പോൾ അതിൻ്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രമാണ് താഴെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ റെക്ടിഫൈഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് റെക്ടിഫയറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടാണ്. അതായത് ഇറ്റ് ഇസ് എ പൾസേറ്റിംഗ് ഡി സി. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യും? ഫിൽറ്റർ സർക്യൂട്ടിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു പ്യുവർ ഡി സി ലെവൽ കിട്ടും. അതിനെയാണ് നമ്മൾ പ്യുവർ ഡി സി സിഗ്നൽ എന്ന് വിശേഷിപ്പിക്കാറ്. സാധാരണ നമ്മളിവിടെ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫിൽറ്റർ സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് ഉള്ളി പാസീവ് കമ്പണൻസ്, അതായത് ഇൻഡക്ടർ, കപ്പാസിറ്റർ മുതലായ പാസീവ് കമ്പണൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഫിൽറ്റർ സർക്യൂട്ട്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അല്ലാതെ ആക്റ്റീവ് ഫിൽറ്റേഴ്സ് വി ആർ നോട്ട് ഡീലിംഗ് വിത്ത് ദാറ്റ്. വി ആർ ഡീലിംഗ് വിത്ത് ദ പാസീവ് ഫിൽറ്റർ. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമുക്ക് ഹാഫ് വേവും ഫുൾ വേവും ആയിട്ട് ഉള്ള ഒരു വ്യത്യാസം നമുക്ക് നോക്കാം, വിച്ച് വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ്. അപ്പോൾ അതിനകത്ത് ഡി സി ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഹാഫ് വേവിൻ്റെ എത്രയാണ്? 0.318 VM. അതേസമയം ഫുൾ വേവിൻ്റെ ഇറ്റ് ഈസ് 0.636 VM. ആൻഡ് റിപ്പിൾ ഔട്ട്പുട്ട്, എ സി റിപ്പിൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് VRMS is equal to 0.385 VM. ആൻഡ് ഇവിടെ റിപ്പിൾ ഔട്ട്പുട്ട് എത്ര? 0.308 VM. അതായത് റിപ്പിൾ ഫാക്ടർ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഫോർ എ ഹാഫ് വേവ് റെക്ടിഫയർ വി ഗെറ്റ് ഇറ്റ് ആസ് 121% ആൻഡ് ഫോർ എ ഫുൾ വേവ് റെക്ടിഫയർ വി ഗെറ്റ് ഇറ്റ് ആസ് 48%. സോ അതിൽ നിന്ന് തന്നെ നമുക്ക് കാണാം, ഫോർ എ ഹാഫ് വേവ് റെക്ടിഫയർ ദ റിപ്പിൾ കണ്ടന്റ് ഈസ് വെരി ലാർജ് വൈൽ ഫോർ ദ ഫുൾ വേവ് റെക്ടിഫയർ ഇറ്റ് ഈസ് മച്ച് ലെസ്. ബട്ട് സ്റ്റിൽ റിപ്പിൾ കണ്ടന്റ് ഈസ് പ്രസൻറ്റ് ഇൻ ബോത്ത് ഔട്ട്പുട്ട്സ് ഓഫ് ദ റെക്ടിഫയേഴ്സ്. അപ്പോൾ രണ്ട് ഔട്ട്പുട്ടുകളിലും എന്തുണ്ട്? റിപ്പിൾ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഫിൽറ്റർ സർക്യൂട്ട് യൂസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ഈ റിപ്പിൾ കണ്ടന്റിനെ എലിമിനേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അതിൽ ഫസ്റ്റ് വി ഡീൽ വിത്ത് ഷണ്ട് കപ്പാസിറ്റർ ഫിൽറ്റർ. കപ്പാസിറ്റർ ഫിൽറ്റർ ഈസ് കണക്റ്റഡ് ഇൻ ഷണ്ട് ഓർ പാരലൽ ടു ദ ലോഡ്. സാധാരണ നമ്മൾ കപ്പാസിറ്ററിനെ ഒരു ഔട്ട്പുട്ടിന് പാരലായിട്ടാണ് നമ്മൾ വെക്കാറ്, അതായത് ലോഡിന് പാരലായിട്ടാണ് നമ്മൾ വെക്കാറ്. But during the conduction of the diode, the capacitor charges to its maximum value of the input voltage and keeps the voltage at the maximum. അപ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? അത് ഔട്ട്പുട്ടിൽ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് തരും. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും? കപ്പാസിറ്റർ അതിൻ്റെ മാക്സിമം വാല്യൂയിലേക്ക് ചാർജ് ചെയ്യും. എന്നിട്ട് അവിടെ തൽക്കാലം വോൾട്ടേജ് അവിടെ നിർത്തും. എന്നിട്ട് വെൻ ഇൻപുട്ട് ഈസ് ലെസ് ദാൻ ഇറ്റ്സ് മാക്സിമം ഓർ പീക്ക് വാല്യൂ, കപ്പാസിറ്റർ ഡിസ്ചാർജസ് ത്രൂ ദ ലോഡ് ഡിപ്പെൻഡിങ് ഓൺ ഇറ്റ്സ് ടൈം കോൺസ്റ്റന്റ് അണ്ടിൽ ദ ഡയോഡ് കംസ് ഇൻ ടു കണ്ടക്ഷൻ. അപ്പോൾ ഈ പീക്ക് വാല്യൂവിൽ നിന്ന് ഇൻപുട്ട് കുറയാൻ തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും? കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യും. ഇറ്റ് ഡിസ്ചാർജസ് ത്രൂ ദ ലോഡ് ഡിപ്പെൻഡിങ് ഓൺ ഇറ്റ്സ് ടൈം കോൺസ്റ്റന്റ്. അപ്പോൾ ടൈം കോൺസ്റ്റന്റ് അനുസരിച്ച് ഡിസ്ചാർജിങ് ടൈം വേരി ചെയ്തിരിക്കും, പക്ഷേ എന്നാലും അത് ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ അടുത്ത പ്രാവശ്യം ഡയോഡ് വീണ്ടും കണ്ടക്ഷനിലേക്ക് വരുന്നത് വരെ എന്ത് ചെയ്യും? ഇത് ഡിസ്ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ ഇപ്പോൾ ലോഡ് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ദ കപ്പാസിറ്റർ വിൽ ഹോൾഡ് ദ ചാർജ് ഫോർ എ ലോങ് ടൈം. അപ്പോൾ പിന്നെ അതിന് ഡിസ്ചാർജ് ചെയ്യാനൊരു പാത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നത്? വളരെ കാലം ഈ ചാർജ് അതിനകത്ത് തന്നെ ഹോൾഡ് ചെയ്യും. ഫിഗർ ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ പടമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കപ്പാസിറ്റർ സി ഉപയോഗിച്ച് ഫിൽറ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ഈ ഒരു ഷണ്ട് കപ്പാസിറ്റർ ഫിൽറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സ് ആയിരിക്കും ഓഫ് വെരി ഹൈ വാല്യൂ ഉള്ള, അതായത് 100 μF മേലെയുള്ള വാല്യൂസ് ഉള്ള ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സ് ആയിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സ് ആർ ഹാവിങ് എ പൊളാരിറ്റി. അപ്പോൾ പൊളാരിറ്റി നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം അത് കൊടുക്കാൻ. അതായത് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് ഇസ് കണക്റ്റഡ് ടു ദ ഗ്രൗണ്ട് ആൻഡ് പോസിറ്റീവ് ടു ദ ഡയോഡ് ഔട്ട്പുട്ട്. ഡയോഡിൻ്റെ ഔട്ട്പുട്ട് വരുന്ന ആ ലൈനിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പോസിറ്റീവ് ടെർമിനൽ കൊടുക്കുക. നെഗറ്റീവ് ഇസ് അറ്റാച്ച് ടു ദ ഗ്രൗണ്ട്. നെഗറ്റീവ് നമ്മൾ ഗ്രൗണ്ടിലേക്ക് അറ്റാച്ച് ചെയ്യും. അപ്പോൾ ആ രീതിയിലാണ് സാധാരണ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ വെക്കുക. അപ്പോൾ അതിൻ്റെ ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ്റെ ഒരു പടമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നോട്ടീസ് ദ ടൈം ബിഫോർ T0 ഇൻ ഫിഗർ. ഡ്യൂറിങ് ദിസ് ടൈം ദ കപ്പാസിറ്റർ വോൾട്ടേജ് ഫോളോസ് ദ പോസിറ്റീവ് ഗോയിങ് സെക്കൻഡറി വോൾട്ടേജ്. അപ്പോൾ ഈ T0യ്ക്ക് മുമ്പ് എന്ത് ചെയ്യും? അത് പോസിറ്റീവ് ഗോയിങ് ആയിട്ടുള്ള സെക്കൻഡറി വോൾട്ടേജിനെ തന്നെ അത് കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. അതിനുശേഷമാണ് പീക്ക് വാല്യൂ കഴിയുമ്പോഴാണ് ഇത് പതുക്കെ ഡിസ്ചാർജ് ചെയ്ത് തുടങ്ങുന്നത്. അറ്റ് ടൈം T0 ദ വോൾട്ടേജ് അക്രോസ് സി റീച്ചസ് ഇറ്റ്സ് പീക്ക് പോസിറ്റീവ് വാല്യൂ. അപ്പോൾ T0 ആകുമ്പോൾ പീക്ക് പോസിറ്റീവ് വാല്യൂവിൽ എത്തിയിട്ടുണ്ടാവും.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഔട്ട്പുട്ട് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് താഴുന്ന സമയത്തായിരിക്കും കപ്പാസിറ്റർ പതുക്കെ ഡിസ്ചാർജ് ചെയ്ത് തുടങ്ങുക. ദാറ്റ് ഈസ് ബിറ്റ്വീൻ T0 ആൻഡ് T1. അപ്പോൾ അതിൻ്റെ ഡയഗ്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഡയഗ്രാം വി ഹാവ് ഷോൺ എ ഹാഫ് വേവ് റെക്ടിഫയർ വിത്ത് എ കപ്പാസിറ്റർ ഫിൽട്ടർ, ഷണ്ട് കപ്പാസിറ്റർ ഫിൽട്ടർ. അപ്പം അടുത്ത ഫിഗറിൽ പോസിറ്റീവ് ഇൻപുട്ട് വോൾട്ടേജ് ആൻഡ് ഇനിഷ്യൽ പോർഷൻ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് തന്നിരിക്കുന്നത്. പോസിറ്റീവ് വോൾട്ടേജ് നമ്മൾ VS എന്ന ഒരു ഡാഷ്ഡ് കർവായിട്ടാണ് തന്നിരിക്കുന്നത്. അതേസമയം V0 സോൾഡ് കർവായിട്ട്, അതാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ. അത് കറക്റ്റായിട്ട് മറ്റേതിനെ തന്നെ ഫോളോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം, അല്ലേ? മറ്റേതിൻ്റെ അതേ വേവ് ഫോം തന്നെയാണ് താഴെ ഔട്ട്പുട്ട് വോൾട്ടേജിനും കിട്ടുക. ഇനി സിയിലേക്ക് നമ്മൾ വരുമ്പോൾ കപ്പാസിറ്ററിൻ്റെ ഡിസ്ചാർജ് ഇവിടെ വരും. അതായത് പീക്ക് കഴിയുമ്പോൾ പിന്നെ എങ്ങനെ അത് മറ്റേതിനെ ഫോളോ ചെയ്തില്ല, അത് പിന്നെ ഡിസ്ചാർജ് ചെയ്യുകയായിരിക്കും. That is V0 is directly proportional to e raised to minus t by RC, where RC is the time constant. എന്നിട്ട് ഡി ഗ്രാഫിൽ ഇറ്റ് ഈസ് സ്റ്റഡി സ്റ്റേറ്റ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് VS ആണ്, അതിന് ഡാഷ്ഡ് കർവായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയർ ആകുമ്പോൾ എവിടെ കണ്ടക്ഷൻ ഉള്ളൂ? പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രമേ കണ്ടക്ട് ചെയ്യൂ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇല്ല. അതുകൊണ്ടാണ് ഇടയിൽ ഗ്യാപ്പ് ഉള്ളത്. അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് തന്നിരിക്കുന്നത്. പീക്ക് വരെ അത് ചാർജ് ചെയ്യും, അതിനുശേഷം നീണ്ട ഒരു ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു പീരീഡ് ഉണ്ടാവും, അതിനുശേഷം വീണ്ടും ചാർജ് ചെയ്യും, വീണ്ടും ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ അങ്ങനെ ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് പോവുക. നെക്സ്റ്റ് ഈസ് എ ഫുൾ വേവ് റെക്ടിഫയർ വിത്ത് ഫിൽട്ടർ. ഫുൾ വേവ് റെക്ടിഫയർ ഇതുപോലെ തന്നെ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലൊരു പാരലൽ കപ്പാസിറ്റർ ഇട്ടിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞ ഹാഫ് വേവ് റെക്ടിഫയറുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജ് വരുന്ന പീരീഡ്സിലാണ്. ഇവിടെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഇല്ല, കാരണം രണ്ട് ഹാഫ് സൈക്കിളിലും എന്ത് ചെയ്യും? നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അവിടെ ആ പ്രശ്നം, നേരത്തെ ഉണ്ടായിരുന്ന പ്രോബ്ലം ഇവിടെ വരുന്നില്ല. ഇവിടെയും നേരത്തെ പോലെ തന്നെയാണ് കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന പീരീഡ് തന്നിട്ടുണ്ട്, പീക്ക് വാല്യൂ വരെ ചാർജ് ചെയ്യും, ദെൻ ഇറ്റ് ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു പീരീഡും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട്, അതിൻ്റെ പീക്ക് വാല്യൂവിനും ഏറ്റവും താഴ്ന്ന വാല്യൂവിനും ഇടയിലായിട്ട് നമുക്ക് ഒരു DC ആവറേജ് വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. വി ക്യാൻ അസ്യൂം എ DC ആവറേജ് വാല്യൂ ഓൾസോ. നെക്സ്റ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് കപ്പാസിറ്റർ ഫിൽട്ടർ. അപ്പോൾ വി ജനറലി യൂസ് ഫിക്സഡ് വാല്യൂ ഫിൽട്ടർ കപ്പാസിറ്റൻസ്. നമ്മൾ ഫിക്സഡ് വാല്യൂ ഉള്ള ഫിൽട്ടർ കപ്പാസിറ്റൻസ് ആണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ രണ്ട് കേസാണ് സാധാരണ വരിക. ഒന്നുകിൽ ലോഡ് റെസിസ്റ്റൻസിൻ്റെ വേരിയേഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ കപ്പാസിറ്റൻസിൻ്റെ വേരിയേഷൻ അനുസരിച്ചുള്ള എന്ത് വ്യത്യാസമാണ് വരുന്നത് നമുക്ക് നോക്കാം. ലാർജർ ദ ലോഡ് റെസിസ്റ്റൻസ്, ലാർജർ വിൽ ബി ദ ഡിസ്ചാർജ് ടൈം കോൺസ്റ്റൻറ്റ്, ലോവർ റിപ്പിൾ ആൻഡ് മോർ ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ ലോഡ് റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ ഡിസ്ചാർജ് ടൈം കോൺസ്റ്റൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അതുപോലെ റിപ്പിൾ കുറവായിരിക്കും, ഔട്ട്പുട്ട് വോൾട്ടേജും കൂടുതലായിരിക്കും. അതേസമയം ലോഡ് റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ ലോവർ ബി ദ ടൈം കോൺസ്റ്റൻറ്റ്, മോർ റിപ്പിൾ ആൻഡ് ലോവർ ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ അത് ലോഡ് റെസിസ്റ്റൻസ് കുറയുന്നതനുസരിച്ച് ടൈം കോൺസ്റ്റൻറ്റും കുറയും. ബിക്കോസ് ടൈം കോൺസ്റ്റൻറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് R and C. സോ ലോഡ് റെസിസ്റ്റൻസ് കുറയുകയാണെങ്കിൽ ടൈം കോൺസ്റ്റൻറ്റും കുറയും, അതിനനുസരിച്ച് റിപ്പിളും കൂടും. അതായത് പെട്ടെന്ന് ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്യും, വളരെ സമയമെടുത്തായിരിക്കും ഡിസ്ചാർജ് ചെയ്യുക, ഇറ്റ് വിൽ ഡിസ്ചാർജ് ഫാസ്റ്റർ. അപ്പോൾ അതിനനുസരിച്ച് റിപ്പിൾ കണ്ടൻറ്റും കൂടും, ആൻഡ് ലോവർ ഔട്ട്പുട്ട് വോൾട്ടേജ്. സിമിലർലി ലാർജർ ദ കപ്പാസിറ്റൻസ് വാല്യൂ, ഇറ്റ് ഹോൾഡ്സ് മോർ ചാർജ് ആൻഡ് ഡിസ്ചാർജസ് ലെസ്. അപ്പോൾ ആവറേജ് DC വാല്യൂ അതുകൊണ്ട് ഇൻക്രീസ് ചെയ്യും. സ്മോളർ ദ കപ്പാസിറ്റൻസ് ആണെങ്കിലോ, ലെസ് ചാർജ് ഇറ്റ് ക്യാൻ ഹോൾഡ് ആൻഡ് റിപ്ലേസ് മോർ. അത് തന്നെ ആയിരിക്കും സ്മോളർ കപ്പാസിറ്റൻസ് ആയാലും. ഇപ്പോൾ RC ആണ് ടൈം കോൺസ്റ്റൻറ്റ്, അപ്പോൾ C കുറഞ്ഞാലും ഇത് തന്നെ സംഭവിക്കും, റിപ്പിൾ കൂടുതലായിരിക്കും, DC ലെവൽ ഡിക്രീസസ്. അപ്പോൾ റിപ്പിൾ ഫാക്ടർ ഫോർ ദ ഹാഫ് വേവ് റെക്ടിഫയർ വിത്ത് കപ്പാസിറ്റർ ഫിൽട്ടർ ഇസ് ഗിവൺ ബൈ ഗാമ ഇസ് ഈക്വൽ ടു 1/2√3 F × RL × C എന്നാണ് ഇക്വേഷൻ. അപ്പോൾ ഇക്വേഷൻ മാത്രം നിങ്ങൾ തൽക്കാലം നോക്കുക, അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ ആവശ്യമില്ല, ഇക്വേഷൻ മാത്രം നോക്കിയാൽ മതിയാവും. സിമിലർലി ഫോർ എ ഫുൾ വേവ് റെക്ടിഫയർ വി ഗെറ്റ് ഇറ്റ് ആസ് ഗാമ ഇസ് ഈക്വൽ ടു 1/4√3 F × RL × C നമുക്ക് കിട്ടും. The expressions for ripple of half wave rectifier and full wave rectifier using capacitor filter reveals that capacitor filter is more useful at smaller load currents. അപ്പോൾ വളരെ കുറഞ്ഞ ലോഡ് കറൻസിലാണ് നമ്മൾ സാധാരണ ഈ ഹാഫ് വേവ് റെക്ടിഫയർ അല്ലെങ്കിൽ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ കപ്പാസിറ്റർ ഫിൽട്ടർ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് ഈസ് LC ഫിൽറ്റർ. അടുത്തതിന് നമുക്ക് ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് ഫിൽറ്റർ എന്ന് നമുക്ക് പറയാം. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പാരലൽ കപ്പാസിറ്റർ കൂടാതെ അതിൻ്റെ ഇൻപുട്ടിൽ ഒരു ഇൻഡക്റ്റൻസും കൂടെ ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ എ ഫിൽട്ടർ സർക്യൂട്ട് മെയ്ഡ് യൂസിങ് ബോത്ത് ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ എ ബെറ്റർ ഔട്ട്പുട്ട് വെർ ദ എഫിഷ്യൻസീസ് ഓഫ് ബോത്ത് ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ ക്യാൻ ബി യൂസ്ഡ്. അപ്പോൾ നമുക്ക് സാധാരണ വെറുതെ ഒരു കപ്പാസിറ്റർ പാരലായിട്ട് വെക്കുന്നതിനേക്കാളും നല്ലത് ഒരു ഇൻഡക്റ്റൻസും കൂടെ സീരീസ് ആയിട്ട് വെക്കുന്നതാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു എഫിഷ്യൻസി തരാറുണ്ട് ഇൻ ദ ഫിൽട്ടറിങ്. The rectified output when given to this circuit, the inductor allows DC components to pass through it, blocking the AC components in the signal. That is what inductance do. അല്ലേ, ഇൻഡക്റ്റൻസ് എന്താ ചെയ്യുക? ഇൻഡക്റ്റൻസിലൂടെ നമ്മളൊരു
സിഗ്നലിനെ കടത്തി വിടുമ്പോൾ അതിനകത്ത് DC കമ്പണൻറ്റ് ഉണ്ടെങ്കിൽ അത് അതിനെ പോകാൻ സമ്മതിക്കുകയും അതേസമയം AC കമ്പണൻസിനെ ഇൻഡക്ടർ വിൽ ബ്ലോക്ക്, ഇൻഡക്ടർ അതിനെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫിൽട്ടർ ഈസ് ഓൾസോ കോൾഡ് ആസ് എ ചോക്ക് ഇൻപുട്ട് ഫിൽട്ടർ. അപ്പോൾ അങ്ങനെ ഇൻഡക്ടൻസ് അതിൻ്റെ ഇൻപുട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം, ഇൻഡക്ടൻസ് ഈസ് ഓൾസോ കോൾഡ് ആസ് എ ചോക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെ ചോക്ക് ഇൻപുട്ട് ഫിൽട്ടർ എന്ന് പറയാം. ആസ് ദ ഇൻപുട്ട് സിഗ്നൽ ഫസ്റ്റ് എൻറ്റേഴ്സ് ദ ഇൻഡക്ടർ. അപ്പോൾ ആദ്യം ഇൻഡക്ടറിലേക്കാണ് ഇൻപുട്ട് സിഗ്നൽ എൻ്റർ ചെയ്യുക. അപ്പോൾ സോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ ചോക്ക് ഇൻപുട്ട് ഫിൽട്ടർ. അപ്പോൾ ദ ഔട്ട്പുട്ട് ഓഫ് ദിസ് ഫിൽട്ടർ ഈസ് ബെറ്റർ ദാൻ യൂസിങ് എ കപ്പാസിറ്റർ ഓർ ഇൻഡക്ടർ അലോൺ. അപ്പോൾ ഒരു കപ്പാസിറ്ററോ അല്ലെങ്കിൽ ഇൻഡക്ടറോ ഒരു സിംഗിളായിട്ട് ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലതാണ് ഈ രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അതായത് ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ അഭികാമ്യം. Practical filter circuits are derived by combining the voltage stabilizing action of shunt capacitor with the current smoothing action of series choke coil. പ്രാക്ടിക്കലായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുക. ഷണ്ട് കപ്പാസിറ്റർ ഫിൽറ്റർ വോൾട്ടേജ് സ്റ്റെബിലൈസേഷൻ ആക്ഷൻ ആണ് നടത്തുക, അതേസമയം കറണ്ട് സ്മൂത്തിങ് ആക്ഷൻ നടത്തുന്നത് സീരീസ് ചോക്ക് കോയിലാണ്. The LC choke input filter is used primarily in power supplies where the voltage regulation is more important and the output current is relatively high. അപ്പോൾ വോൾട്ടേജ് റെഗുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആകുകയും അതുപോലെ ഔട്ട്പുട്ട് കറണ്ട് സാമാന്യമായിട്ട് കൂടിയിരിക്കുന്ന സ്ഥലങ്ങളിലാണ് സാധാരണ നമ്മൾ ഈ LC choke input filter ഉപയോഗിക്കുക. Since the action of an inductor is to oppose any change in the current flow, the inductor tends to keep a constant current flowing to the load throughout the complete cycle of the applied voltage. അപ്പോൾ സാധാരണ ഒരു കറണ്ട് ഫ്ലോയിൽ ഒരു ചേഞ്ച് ഉണ്ടായാൽ അതിനെ ആര് ഒപ്പോസ് ചെയ്യും? ഇൻഡക്ടർ ഒപ്പോസ് ചെയ്യും. അതാണ് ഇൻഡക്റ്റൻസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ. ആക്ഷൻ ഓഫ് ദ ഇൻഡക്റ്റൻസ് ഈസ് ടു ഒപ്പോസ് എനി ചേഞ്ച് ഇൻ ദ കറണ്ട് ഫ്ലോ. അപ്പോൾ കറണ്ട് ഫ്ലോയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു വേരിയേഷൻ ഉണ്ടായാൽ ഇൻഡക്ടർ അതിനെ ഒപ്പോസ് ചെയ്യും. അപ്പോൾ അതുവഴി നമുക്ക് എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റൻറ്റ് കറണ്ട് എപ്പോഴും ലോഡിലേക്ക് ഫ്ലോ ചെയ്യുന്നതായിട്ട് നമുക്ക് ഉറപ്പിക്കാം. അതേസമയം റിയാക്ടൻസ് ഓഫ് ദ ഇൻഡക്ടർ XL reduces the amplitude of ripple voltage without reducing the DC output voltage by an appreciable amount. അപ്പോൾ ഇൻഡക്ടറിൻ്റെ റിയാക്ടൻസ് എന്ത് ചെയ്യും? ഈ ആംപ്ലിറ്റ്യൂഡ് റിപ്പിൾ വോൾട്ടേജിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കുറയ്ക്കും. വിത്തൗട്ട് റെഡ്യൂസിങ് ദ DC ഔട്ട്പുട്ട് വോൾട്ടേജ്. DC ഔട്ട്പുട്ട് വോൾട്ടേജിനെ വലിയ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വേരി ചെയ്യാതെ തന്നെ ഈ റിപ്പിൾ വോൾട്ടേജിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ ഇൻഡക്ടറിന് കുറയ്ക്കാൻ പറ്റും. അതേസമയത്ത് ഷണ്ട് കപ്പാസിറ്റർ ചാർജസ് ആൻഡ് ഡിസ്ചാർജസ് അറ്റ് ദ റിപ്പിൾ ഫ്രീക്വൻസി റേറ്റ് ബട്ട് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ റിപ്പിൾ വോൾട്ടേജ് ഈസ് റിലേറ്റീവ്ലി സ്മോൾ ബിക്കോസ് ദ ഇൻഡക്ടർ ടെൻസ് ടു കീപ്പ് എ കോൺസ്റ്റന്റ് കറണ്ട് ഫ്ലോയിങ് ഫ്രം ദ റെക്ടിഫയർ ടു ദ ലോഡ്. അപ്പോൾ ഈ കപ്പാസിറ്റർ ഈ റിപ്പിൾ ഫ്രീക്വൻസി റേറ്റിൽ ചാർജ് ചെയ്യുകയും ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യുമെങ്കിലും ഈ ഇൻഡക്ടർ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു കറണ്ട് ഫ്ലോ നൽകുന്ന കാരണം ഔട്ട്പുട്ട് റിലേറ്റീവ്ലി സ്മൂത്ത് ആയിരിക്കും. അത് കാരണം റിപ്പിൾ വോൾട്ടേജ് റിലേറ്റീവ്ലി സ്മോൾ ആയിരിക്കും. In addition, the reactance of the shunt capacitor presents a low impedance to the ripple component existing at the output of the filter and shunts the ripple component around the load. അപ്പോൾ അത് റിപ്പിൾ കമ്പണൻറ്റിനെ ലോഡിന് തൊട്ട് മുമ്പായിട്ട് ഷണ്ട് ചെയ്ത് ഗ്രൗണ്ടിലേക്ക് കളയാൻ ഈ ഷണ്ട് കപ്പാസിറ്ററിന് സാധിക്കും. അതുപോലെ ലോ ഇമ്പിഡൻസ് ടു ദ റിപ്പിൾ കമ്പണൻറ്റിന് വളരെ ലോ ഇമ്പിഡൻസ് ആയിരിക്കും അത് കൊടുക്കുക. അതുവഴി അപ്പോൾ എന്ത് ചെയ്യും? അത് ഗ്രൗണ്ടിലേക്ക് ഷണ്ട് ചെയ്ത് മാറ്റാൻ ഈ പാരലായിട്ട് ഇട്ടിരിക്കുന്നതുകൊണ്ട് സാധിക്കും. ലോഡിന് പാരലായിട്ടാണ് ഇടുക. അപ്പോൾ ലോഡിലെത്താതെ തന്നെ ഈ കപ്പാസിറ്റൻസ് വഴി തന്നെ താഴേക്ക് ഷണ്ട് ചെയ്ത് പോകും. അപ്പോൾ ദ കപ്പാസിറ്റർ അറ്റംപ്റ്റ്സ് ടു ഹോൾഡ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് റിലേറ്റീവ്ലി കോൺസ്റ്റന്റ് അറ്റ് ദ ആവറേജ് വാല്യൂ ഓഫ് ദ വോൾട്ടേജ്. അപ്പോൾ വോൾട്ടേജിൻ്റെ ആവറേജ് വാല്യൂവിൽ കപ്പാസിറ്റർ ഔട്ട്പുട്ട് വോൾട്ടേജിനെ കോൺസ്റ്റന്റ് ആയിട്ട് ഹോൾഡ് ചെയ്യാനും പറ്റും. The value of the filter capacitor C must be relatively large to present a low opposition to the pulsating current and to store a substantial charge. അപ്പോൾ സാധാരണ ഫിൽട്ടർ കപ്പാസിറ്ററിന് നമ്മൾ റിലേറ്റീവ് ലാർജ് വാല്യൂ ആയിരിക്കും കൊടുക്കുക. അപ്പോൾ അതുവഴി എന്ത് ചെയ്യും? ഈ പൾസേറ്റിംഗ് കറണ്ടിന് വളരെ കുറഞ്ഞ ഓപ്പോസിഷൻ ആയിരിക്കും കൊടുക്കുക. അതുവഴി സബ്സ്റ്റാൻഷ്യൽ ചാർജും അതിന് സ്റ്റോർ ചെയ്യാൻ കഴിയും. But when the pulsating voltage is first applied to the LC choke input filter, the inductor L produces a EMF which opposes the constantly increasing input voltage. The net result is to effectively prevent the rapid charging of the filter capacitor. After the input voltage reaches its peak and decreases sufficiently, the capacitor C1 attempts to discharge through the load resistance R. അപ്പോൾ ലോഡ് റെസിസ്റ്റൻസ് RL കൂടെ എന്ത് ചെയ്യും? അത് ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഡയഗ്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം മുകളിലേക്ക് കാണിച്ചിരിക്കുന്ന കർവുകൾ ഇൻപുട്ടാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള ഇൻഡക്റ്റൻസിൻ്റെ ഔട്ട്പുട്ടാണ് താഴേക്ക് കാണിച്ചിരിക്കുന്ന കർവിലുള്ളത്. അപ്പം മറ്റേ റെഡ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്? കപ്പാസിറ്ററിൻ്റെ ഡിസ്ചാർജാണ്. അപ്പോൾ കപ്പാസിറ്ററിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇൻപുട്ടിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇൻഡക്ടറിൻ്റെ ഔട്ട്പുട്ടാണ് വരിക. അപ്പോൾ ഇൻഡക്ടറിൻ്റെ ഔട്ട്പുട്ടിനെ ആയിരിക്കും ആര് ഫോളോ ചെയ്യുന്നത്? കപ്പാസിറ്റർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇൻഡക്ടറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം ഇത് EMF എന്ത് ചെയ്യും? മറ്റേതിനെ ഇൻക്രീസിങ് ഇൻപുട്ട് വോൾട്ടേജിനെ ഒപ്പോസ് ചെയ്യുമായിരിക്കും. അപ്പോൾ അതെന്ത് ചെയ്യും? പെട്ടെന്ന് ഫോളോ ചെയ്യും. എന്നിട്ട് വീണ്ടും ഇത് കുറഞ്ഞ് കഴിയുമ്പോൾ അത് പിന്നെ റൈസ് ചെയ്യും, പിന്നെ ഫോളോ ചെയ്യും. അങ്ങനെ ആയിരിക്കും ഇൻഡക്റ്റൻസിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് വേവ് ഫോം കിട്ടുക. അപ്പോൾ അതിനെ ആയിരിക്കും ആര് ഫോളോ ചെയ്യുന്നത്? കപ്പാസിറ്റർ ഫോളോ ചെയ്ത് പോകുക. അതിനനുസരിച്ച് കപ്പാസിറ്റർ ചാർജ് ചെയ്യുകയും ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യും. കപ്പാസിറ്റർ will only partially discharge relatively long discharge time constant. അപ്പോൾ കപ്പാസിറ്റർ റിലേറ്റീവ്ലി ലോങ് ഡിസ്ചാർജ് ടൈം കോൺസ്റ്റന്റ് ഉണ്ടെങ്കിലും മൊത്തമായിട്ട് ഡിസ്ചാർജ് ചെയ്തില്ല, പാർഷ്യലായിട്ട് ഡിസ്ചാർജ് ചെയ്യും. The larger the value of the filter capacitor, the better the filtering action. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് ഫിൽറ്ററിങ് ആക്ഷനും കുറച്ചുകൂടെ മെച്ചപ്പെടും. Next is the advantages of the LC filter.
അപ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബെറ്റർ വോൾട്ടേജ് റെഗുലേഷൻ, നന്നായിട്ട് വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യാൻ ഫിൽറ്ററിന് പറ്റും. അതുപോലെ ലെസ് വാല്യൂ ഓഫ് ഇൻഡക്ടർ ക്യാൻ ബി യൂസ്ഡ്, റിപ്പിൾ ഫാക്ടർ ബിക്കംസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലോഡ്. അപ്പോൾ ലോഡിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റിപ്പിൾ ഫാക്ടർ മാറും. ഡിസഡ്വാൻറ്റേജസ് ഓഫ് LC ഫിൽറ്റർ ആർ ലാർജർ കോസ്റ്റ്, മോർ വെയിറ്റ്, ലാർജർ സൈസ്. അപ്പോൾ ഇൻഡക്ടൻസും കൂടെ കൂടുമ്പം അതിനനുസരിച്ച് അതിൻ്റെ കോസ്റ്റും കൂടും, വെയിറ്റും കൂടും, അതിൻ്റെ സൈസും വളരെ കൂടും. അപ്പോൾ അതിൻ്റെ റിപ്പിൾ ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു 1/6√2 ഒമേഗ സ്ക്വയർ LC എന്ന് കിട്ടും. അതാണ് റിപ്പിൾ ഫാക്ടറിൻ്റെ ഇക്വേഷൻ ഫോർ ദ LC ഫിൽറ്റർ. നെക്സ്റ്റ് ഈസ് ദ പൈ ഫിൽറ്റർ ഓർ CLC ഫിൽറ്റർ. അതായത് കപ്പാസിറ്റർ ഇൻഡക്ടർ കപ്പാസിറ്റർ ഫിൽറ്ററാണ്. അപ്പോൾ അതൊരു പൈ, ഗ്രീക്ക് ലെറ്ററായ പൈയുടെ ആകൃതിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇതെന്ന് പറയുന്നത് പൈ ഫിൽറ്റർ എന്ന് പറയുക. അതായത് 2 കപ്പാസിറ്ററും വരും, നടുക്കായിട്ട് ഒരു ഇൻഡക്ടറും വരും. 2 കപ്പാസിറ്റൻസ് ഇൻ പാരലൽ ആൻഡ് 1 ഇൻഡക്ടൻസ് ഇൻ സീരീസ്. അപ്പോൾ അങ്ങനെയാണ് അത് വരിക. അപ്പോൾ ഇതിൽ C1 റെഡ്യൂസസ് ദ റിപ്പിൾ ടു റിലേറ്റീവ്ലി ലോ ലെവൽ. അത് ഇൻപുട്ട് കപ്പാസിറ്റൻസ് തന്നെ എന്ത് റിപ്പിളിനെ ലോ ലെവലിലേക്ക് കുറയ്ക്കും. പിന്നെ വരുന്ന ആരാണ്? ഇൻഡക്ടൻസ് ആണ് വരിക. അപ്പോൾ പിന്നെ ഒരു കപ്പാസിറ്റൻസ് ആണ് വരിക. പിന്നെ അതായത് നേരത്തെ പറഞ്ഞ ഒരു LC സർക്യൂട്ടാണ് പിന്നെ വരിക. അപ്പോൾ നേരത്തെ പറഞ്ഞ LC സർക്യൂട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു കപ്പാസിറ്റൻസ് കൂടി ഇട്ട ഒരു എഫക്റ്റാണ് ഉണ്ടാകുക. അപ്പോൾ ആ മുമ്പിലിട്ട കപ്പാസിറ്റൻസ് തന്നെ എന്ത് ചെയ്യും? റിപ്പിൾ ലെവലിനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കുറയ്ക്കും. പിന്നെ വരുന്ന ഒരു LC സർക്യൂട്ടാണ് വരിക. അപ്പോൾ എല്ലാം C2 ഫോം ദ LC ഫിൽറ്റർ വിച്ച് റെഡ്യൂസസ് ദ റിപ്പിൾ ഈവൻ ഫർദർ. പിന്നെ വരുന്ന LC ഫിൽറ്റർ എന്ത് ചെയ്യും? പിന്നെയും റിപ്പിളിനെ ഫർദറായിട്ട് കുറയ്ക്കും. അപ്പോൾ L has a high value of inductance, therefore a high value of XL which offers a high reactance to the ripple frequency. അപ്പോൾ Lന് സാധാരണ ഒരു ഹൈ വാല്യൂ ഓഫ് ഇൻഡക്റ്റൻസ് ആണുള്ളത്. അപ്പോൾ ഹൈ വാല്യൂ ഓഫ് XL ഉണ്ടാകും which offers a high reactance to the ripple frequencyക്ക് ഒരു ഹൈ റിയാക്റ്റൻസ് അത് നൽകും. അപ്പോൾ AC അത് ബ്ലോക്ക് ചെയ്യും എന്നാണ് അർത്ഥം. അറ്റ് ദ സെയിം ടൈം C2 offers a very low reactance to the AC ripple. അപ്പോൾ C2 ഈ AC റിപ്പിളിന് വളരെ കുറഞ്ഞ റിയാക്റ്റൻസ് ആണ് തരിക. അപ്പോൾ അതുവഴി ഗ്രൗണ്ടിലേക്ക് ഷണ്ട് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ LN ഫോർ ആൻ AC വോൾട്ടേജ് ഡിവൈഡർ, L and C2 form an AC voltage divider, and because the reactance of L much higher than that of C2, most of the ripple voltage is dropped across L. അപ്പം ഏറ്റവും കൂടുതൽ റിപ്പിൾ വോൾട്ടേജ് എവിടെ ഡ്രോപ്പ് ചെയ്യും? ഇൻഡക്റ്റൻസിന് അക്രോസ് ആയിട്ട് ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ only a slight trace of ripple appears across C2 and the load. അത് വളരെ ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് റിപ്പിൾ മാത്രമേ പിന്നെ C2ന് ഫിൽട്ടർ ചെയ്യാൻ ഉണ്ടാകത്തുള്ളൂ. While the LC2 network greatly reduces AC ripple, it has little effect on DC. അപ്പോൾ LC2 നെറ്റ്വർക്ക് ഈ AC റിപ്പിളിനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് വലിയ എഫക്റ്റ് ഡി സിയുടെ ഔട്ട്പുട്ടിൽ ഉണ്ടാകത്തില്ല, അതായത് DC യിൽ ഉണ്ടാകത്തില്ല. AC റിപ്പിൾ അങ്ങനെ നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഇസ് റിപ്പിൾ ഫാക്ടർ വിച്ച് ഈസ് ഈക്വൽ ടു √2 ഡിവൈഡ് ബൈ 8 ഒമേഗ ക്യൂബ് C1 C2 ഇൻറ്റു L ഇൻറ്റു RL എന്ന് നമുക്ക് എടുക്കാം. When compared to other type of filters, the pi filter has some advantages like higher DC voltage. That is, if you are dealing with the application which requires high output voltage after filtering, then this is the filter you should use. അപ്പോൾ ഹയർ DC വോൾട്ടേജ് ഉണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. അതുപോലെ സ്മോളർ റിപ്പിൾ ഫാക്ടർ, അത് രണ്ടും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജുകളാണ്. ഇതിന് ചില ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, ലൈക്ക് പോർ വോൾട്ടേജ് റെഗുലേഷൻ. ഇപ്പോൾ വോൾട്ടേജ് റെഗുലേഷൻ കുറച്ച് പൂറാണ്. ദാറ്റ് ഇസ് ഇൻ ആപ്ലിക്കേഷൻ വേർ ലോഡ് കറണ്ട് വേരീസ് പൈ ഫിൽറ്റേഴ്സ് ആർ നോട്ട് സ്യൂട്ടബിൾ. ഇപ്പോൾ ലോഡ് കറണ്ട് വേരി ചെയ്യുന്നൊരു കണ്ടീഷനിൽ അതിൻ്റെ വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറയുന്നത് പൂറാണ്. പിന്നെ ദർ ഈസ് എ നെസസിറ്റി ഓഫ് എ ബ്ലീഡർ റെസിസ്റ്റൻസ് ലാർജ് സൈസ്. അപ്പോൾ ബ്ലീഡർ റെസിസ്റ്റൻസ് നെസസിറ്റി ഉണ്ട്. അതുപോലെ ഈ സർക്യൂട്ട്, ഈ ഫിൽട്ടർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ലാർജ് സൈസ് ആയിരിക്കും, വെയിറ്റും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൂടുതലായിരിക്കും. കാരണം ഒരു കപ്പാസിറ്ററും കൂടെ പിന്നെയും വരികയാണ്, 2 കപ്പാസിറ്ററും ഇൻഡക്റ്റൻസും വരികയാണ്. സോ ഇറ്റ് വിൽ ബി ലാർജ് സൈസ്, അതിൻ്റെ വെയിറ്റും കൂടുതലാണ്. അതുപോലെ നെസസിറ്റി ഓഫ് എ ബ്ലീഡർ റെസിസ്റ്റൻസ്. ബ്ലീഡർ റെസിസ്റ്റൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണ ഈ കപ്പാസിറ്ററിൽ ചാർജ് ഹോൾഡ് ചെയ്ത് നിൽക്കും. നമ്മൾ ലോഡ് എടുത്ത് മാറ്റിയാൽ എന്ത് ചെയ്യും? സാധാരണ കപ്പാസിറ്ററിൽ ചാർജ് ഹോൾഡ് ചെയ്ത് നിൽക്കും. അപ്പോൾ അത് പിന്നെ ആരെങ്കിലും ഇത് ഈ സർക്യൂട്ടിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ദർ ഇസ് എ ചാൻസ് ഓഫ് ഇലക്ട്രിക് ഷോക്ക്. അപ്പോൾ ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാനായിട്ട് ഈ ലോഡിന് പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു റെസിസ്റ്റൻസ് ഇട്ട് ഗ്രൗണ്ട് ചെയ്യും. അപ്പോൾ അതിനെയാണ് നമ്മൾ, ആ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ബ്ലീഡർ റെസിസ്റ്റൻസ് എന്ന് പറയുക. സച്ച് എ റെസിസ്റ്റൻസ് ഈസ് കോൾഡ് ആസ് എ ബ്ലീഡർ റെസിസ്റ്റൻസ്. അപ്പോൾ അങ്ങനെ ബ്ലീഡർ റെസിസ്റ്റൻസിൻ്റെ ആവശ്യം കൂടെ ഇവിടെ ഉണ്ട്, പൈ ഫിൽറ്ററിന് സാധാരണ ഉപയോഗിക്കാറുണ്ട്. So that's all for the time being. Thank you.